ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമുക്കിന്ന് ഈ ഒരു ഞായറാഴ്ച കാണുവാൻ ദൈവം ഒരുക്കിയ മഹത്ഭാഗ്യത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിൽ ഒരു നിമിഷം നിറഞ്ഞുകൊണ്ട് യേശുപ്പാ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേ. അപ്പാ നീ ഞങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി വാ എന്നൊന്ന് പറയാവോ? അപ്പാ നീ ഞങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി വാ യേശുവേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇപ്രകാരം പറയാം: ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ വിളിച്ച എന്റെ രക്ഷകനെ, എൻ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. കർത്താവേ, നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശുവാ. എന്റെ കണ്ണുനീർ കടന്നു പോകാത്തോ അപ്പൻ മാത്രം യേശുവാ. എന്റെ കരച്ചിലിന്റെ ശബ്ദം, കരച്ചിൽ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എന്റെ കണ്ണുനീർ കടന്നു പോകാത്തോ, എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എൻ രക്ഷകനെ, എൻ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ രക്ഷകനെ. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട് നമ്മുടെ മിനിസ്ട്രിയെ മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന വിഷയങ്ങളിൽ രൂപാന്തരം വരുവാൻ, നിന്റെ കരച്ചിലിന് ഉത്തരം തരുവാൻ, നിന്റെ കണ്ണുനീരിന്റെ ഭാഷ മനസ്സിലാക്കുവാൻ ആ യേശുവിനെ ഒന്ന് മുറുകെ പിടിച്ച് റീവാശാന്തേ. കർത്താവേ, നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ
യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ. എത്തിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. ഈ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം എന്ന് പറയുന്ന മറ്റൊരു പ്രഭാഷണമായി അറിയപ്പെടുന്നു. അത് ഒലിവുമല പ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ നമ്മൾ ചിന്തിച്ചത് ഗിരിപ്രഭാഷണമാണെങ്കിൽ ഇത് ഒലിവുമല പ്രഭാഷണമാണ്. ഒലിവുമല സ്ഥിതി ചെയ്യുന്നത് ദൈവാലയത്തിന് ഓപ്പോസിറ്റാണ് എന്ന് കാണാൻ കഴിയും. ജെറൂസലേമിലുള്ള ദൈവാലയത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു മലയാണ് ഒലിവുമല എന്ന് കാണും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് യേശു കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു ഈ പ്രഭാഷണം തുടങ്ങാനുണ്ടായ കാരണം ഞാനിപ്പോൾ വായിച്ച 4-ാമത്തെ വാക്യമാണ്. അതെപ്പോൾ സംഭവിക്കും, ഏതാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അവിടെ എഴുതിയിരിക്കുന്നത്, അതിനെയെല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. അപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം എപ്പോൾ സംഭവിക്കും, അത് സംഭവിക്കുന്നതിന് എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ, ലക്ഷണങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ പറയുക. അതാണ് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചത്. 1-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവാലയത്തിൽ വിട്ടുപോകുമ്പോൾ, ദൈവാലയത്തിൽ കർത്താവ് അവസാനമായി ദൈവാലയത്തിലേക്ക് വരികയാണ്. കാരണം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ, ദിവസങ്ങൾ കഴിഞ്ഞാൽ യേശുവിനെ അവർ ക്രൂശിക്കാനായി പിടിക്കും. യേശുവിനെ ക്രൂശിച്ച് കൊല്ലാനായി പോവുകയാണ്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ കർത്താവ് യെരൂശലേമിൽ ദൈവാലയത്തിൽ പോയി. യേശു ദൈവാലയത്തിൽ പോയത് വളരെ ചുരുക്കം സമയങ്ങളേ ഉള്ളൂ. വളരെ ചുരുക്കം സമയങ്ങളേ ഉള്ളൂ. പള്ളിക്കള്ളന്മാർക്ക് അതൊരു കാരണമായി തീരണ്ട. ഒരു കാര്യം ഓർക്കണം, കർത്താവ് അന്ന് യഹൂദന്മാർക്ക് ഒരൊറ്റ ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര ദേവാലയം? അത് യെരൂശലേമിലാണ്. ഒരൊറ്റ ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദേവാലയത്തിൽ എല്ലായ്പ്പോഴും എല്ലാവർക്കും പോകാൻ കഴിയില്ല. പിന്നെ യഹൂദന്മാർ എവിടെയാ കൂടിയിരുന്നത്? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, പള്ളിയിൽ പോയി, പള്ളിയിൽ പോയി എന്ന് എഴുതിയിരിക്കുന്നു. ഏതാണ് ആ പള്ളി? സിനഗോഗുകൾ. 10 യഹൂദന്മാർക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടാനായിട്ട് കഴിയുമെങ്കിൽ അവർക്ക് എല്ലാ ശബത്തിലും ഒരുമിച്ച് കൂടാനായിട്ട്, ആ ശബത്ത് ദിവസം ഒരുമിച്ച് കൂടാൻ അവിടെയായി സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മട്ടാഞ്ചേരിയിൽ ഒരു സിനഗോഗ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത്. യഹൂദന്മാർ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. പക്ഷെ അവരുടെ ദേവാലയം ഇവിടെയല്ല, യെരൂശലേമിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ പള്ളിയിൽ പോകുമായിരുന്നു, സിനഗോഗിൽ പോകുമായിരുന്നു. അവിടെയാണ് ആഴ്ചതോറും അവർ ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോകാം. പ്രൈസ് ദി ലോർഡ്. ദൈവാലയത്തിൽ കർത്താവ് വളരെ കുറച്ച് പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഓക്കെ, അവിടെ പ്രധാനമായും പോകേണ്ടിയിരുന്നത് യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ചില ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവം ആചരിക്കുമ്പോൾ നിർബന്ധമായും യഹൂദന്മാരോട് ചെന്നിരിക്കണം. അങ്ങനെ ചില ഉത്സവങ്ങളിൽ കർത്താവ് പോയതായിട്ടെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഈ ദൈവാലയത്തിൽ പോയിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, യേശു ദൈവാലയത്തിൽ വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇത് എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായ ഒരു പള്ളി, ഒരു ദൈവാലയം ശലോമൻ പണിതതാണ്. അതിനെ പിന്നെ തകർത്തു കളഞ്ഞു, വീണ്ടും അതിനെ പുതുക്കി പണിതു. ഹേരോദാവിൻ്റെ ഭരണകാലത്തിൽ ഈ ദേവാലയം വീണ്ടും പുതുക്കി പണിതു, അതും തകർക്കപ്പെട്ടു. നമ്മൾ അതൊന്ന് ചിന്തിക്കും. ഓക്കെ, ആ ദൈവാലയത്തിന് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവാലയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മതങ്ങൾക്കും ദൈവാലയം ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ദൈവാലയം വിട്ടുപോകുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരാൾ കണ്ടത് എന്താണ്? ആ ദൈവാലയത്തിൽ പണിതിരിക്കുന്ന കല്ലും അതിൻ്റെ ഭംഗിയും അതിൻ്റെതായ കൊത്തുപണികളും അതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായി ആശ്ചര്യപ്പെട്ട് പറയുന്നു, എൻ്റെ കർത്താവേ, ഇത്ര സുന്ദരമായിരിക്കുന്ന ദൈവാലയം അല്ലേ?
ഈ മനോഹരമായ ദേവാലയം എത്ര ഭംഗിയായിരിക്കുന്നു എന്ന് അവർ അതിൻ്റെ ഭൗതികമായിട്ടുള്ള അലങ്കാരങ്ങൾ കണ്ട്. കാരണം ശലോമോന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു? വലിയ ദൈവത്തിന് വലിയ ആലയം എന്നാണ്. നമ്മൾ വലിയ ദൈവത്തിന് കൊടുക്കുന്ന എന്താണ്? നമ്മുടെ മനോഭാവം എന്താണ്? വലിയ ദൈവത്തിന് ഏറ്റവും കുറഞ്ഞത് നോക്കി. അതുകൊണ്ടാണ് പ്രസംഗകന്മാർ സ്റ്റേജിൽ എന്ന് പറഞ്ഞത് കയ്യിലിരിക്കുന്ന പേഴ്സ് എടുത്താട്ടെ അതിലേറ്റവും വലിയ നോട്ട്. അതുകൊണ്ട് ആരാധനയ്ക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയ നോട്ട് 10 രൂപ നോട്ടായിരിക്കണം, അല്ലേ? തിരിച്ച് നിങ്ങൾ എങ്ങനെ പോയാലും വേണ്ടില്ല, ഏറ്റവും വലിയ നോട്ട് എടുത്തിട്ട് പോകുമെന്ന് പറയുകയാണ്. ഇവിടെ അങ്ങനെ പറയാറില്ല എന്ന് വെച്ച് നിങ്ങൾ ഇടാതിരിക്കണ്ട. ഓക്കെ, അതുപോട്ടെ. അപ്പോൾ വലിയ ദൈവത്തിന് വലിയ ആലയം പണിയണം, അതായിരുന്നു ശലോമോന്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് എത്ര മനോഹരമായിട്ട് വിലയേറിയ കല്ലുകൾ കൊണ്ട് വർഷങ്ങളെടുത്ത് താൻ പണിതു. അതിനേക്കാളും കൂടുതൽ വർഷം എടുത്ത് തൻ്റെ അരമന പണിയാൻ. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ആലയത്തിൻ്റെ മനോഹാരിത കണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, എത്ര സുന്ദരമായിരിക്കുന്നു, അല്ലേ? നിങ്ങൾ പോയിട്ടുള്ള പള്ളികളുടെ സൗന്ദര്യമൊക്കെ നോക്കി നിന്നിട്ടില്ലേ? പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ പള്ളിയുടെ മനോഹാരിത കണ്ട് നിൽക്കുമ്പോൾ യേശു കാണുന്നത് അതൊന്നുമല്ല. അങ്ങനെ പറഞ്ഞവനോട് രണ്ടാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, യേശു അവനോട്, നീ വലിയ പണി കാണുന്നുവോ? തിരിച്ചൊരു ചോദ്യമാണ്. ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നീ ഇത്ര സുന്ദരമായിട്ടുള്ള ദേവാലയത്തിന്റെ ഭംഗി കണ്ട് ആസ്വദിക്കുകയല്ലേ? നീ അതിന്റെ ഭംഗി കാണുന്നുണ്ടോ? യേശു കർത്താവ് അപ്പോഴുള്ള അതിന്റെ ഭംഗിയല്ല, അതിന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെയാണ് യേശു കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇത് തകർന്നു പോകും. ഓക്കെ, 3-ാം വാക്യം. പിന്നെ അവൻ ഒലിവുമലയിൽ ദൈവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി യേശുവിനോട്. അതാണ് 4-ാം വാക്യത്തിൽ ആദ്യം ഞാൻ വായിച്ചത്. യേശു ഇത് പറഞ്ഞിട്ട് പോവുകയാണ്. ശിഷ്യന്മാർ അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ഇത്ര മനോഹരമായ ഈ പള്ളി, ഈ ദേവാലയം കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ തകരുമോ? ഇതിങ്ങനെ പറഞ്ഞവർ പോയി ഒലിവുമലയിൽ പോയി കർത്താവ് അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും 4 പേരും കൂടെ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, അത് എപ്പോൾ സംഭവിക്കും കർത്താവേ? ഇത് തകരുമെന്ന് പറഞ്ഞല്ലോ, കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്തൊരു കാലം, യെരൂശലേമിൽ നാശമുണ്ടാകും എന്ന് നീ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ സംഭവിക്കും? ഒന്നുകൂടെ അവർക്ക് കൂട്ടിച്ചോദിച്ചു, അതിനെല്ലാം നിവൃത്തി വരുന്ന കാലത്തിന് ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യെരൂശലേമിന്റെ നാശം, ദൈവാലയത്തിന്റെ നാശം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ അതിന് കർത്താവ് കൊടുത്ത മറുപടിയാണ് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 3 പ്രത്യേകമായ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. അതിന്റെ അടയാളം എന്താണ്? യെരൂശലേം നശിക്കും, നശിപ്പിക്കപ്പെടും, ദൈവാലയം തകർക്കപ്പെടും എന്നതിന് കർത്താവ് കൊടുത്ത 3 ലക്ഷണങ്ങൾ, അടയാളങ്ങൾ എന്താണ്? ഒന്നാമതായി അവിടെ എഴുതിയിരിക്കുന്നു, അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. മറ്റു ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ സമാനമായ ഭാഗങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം, ഇവിടെയെല്ലാം ഇതേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാണാം. സമവീക്ഷണ സുവിശേഷങ്ങളായ പരസ്പര താരതമ്യമായിട്ടുള്ള 3 സുവിശേഷങ്ങളാണ് മർക്കോസ്, മത്തായി, ലൂക്കോസ്. യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തമായ രീതിയിൽ ഇരിക്കും, ഞാനിവിടെ പലവട്ടം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ 3 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് എസ്കറ്റോളജിയുമായി അല്ലെങ്കിൽ അന്ത്യകാല ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ ദൈവാലയം എപ്പോൾ പണിയുമെന്നുള്ള ചോദ്യം, അത് സംഭവിക്കുമ്പോൾ അടയാളം എന്താണ്? മറ്റൊരു ഭാഗത്തിൽ ശിഷ്യന്മാർ ചോദിച്ചത് ലോകാവസാനത്തിനുള്ള അടയാളം എന്താണ് എന്നും കൂടെ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ അന്ന് അവർ കണ്ട വളരെ മനോഹരമായി കോടിക്കണക്കിന് രൂപകൾ മുടക്കി പണിതെടുത്ത ആ ദൈവാലയത്തിന്റെ അധപ്പതനം, തകർച്ച, യെരൂശലേമിന്റെ അധപ്പതനം എപ്പോൾ? കൂട്ടത്തിൽ ലോകത്തിന്റെ അവസാനം. ഇതൊക്കെ സംഭവിക്കും, നിന്റെ വരവിനുള്ള അടയാളം എന്ത് എന്നും കൂടെ അവർ ചോദിച്ചു. അതിനുള്ള മറുപടിയാണ്, ഒന്ന്, കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ അനേക കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കും. ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എഴുന്നേറ്റ് അനേകരെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു. ഇന്ന് യഹൂദന്മാർക്ക് ദൈവാലയം ഇല്ല, അത് തകർക്കപ്പെട്ടു. എപ്പോഴാണ് തകർക്കപ്പെട്ടത്? AD 70 ഈ ആലയം തകർക്കപ്പെട്ടു.
ശിഷ്യന്മാർ വളരെ മനോഹരമാണെന്ന് പറഞ്ഞ ആലയം തകർക്കപ്പെട്ടു. വളരെ ഭംഗിയുള്ള കല്ലുകൾ കൊണ്ട് പണിതതാണെന്ന് പറഞ്ഞ ആ ദൈവാലയം തകർക്കപ്പെട്ടു. ആരാണ് തകർത്തത്? അന്നത്തെ റോമൻ ചക്രവർത്തി തൻ്റെ സൈന്യത്തെ അയച്ച് അതിനെ തകർത്തു. അങ്ങനെയാണെങ്കിൽ ആ പ്രവചനം നിറവേറി. അങ്ങനെയാണെങ്കിൽ വചനം പഠിക്കുമ്പോൾ മനസ്സിലാകും, ഈ കള്ളപ്രവാചകന്മാർ ഈ നഷ്ടപ്പെട്ട തകർക്കപ്പെട്ട ദൈവാലയത്തിന് തകർക്കപ്പെടുന്നതിന് മുമ്പ് എഴുന്നേൽക്കുമെന്നാണ്. പ്രൈസല്ലോ. നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻ വരുന്നുണ്ടാകും, സംശയം വരുന്നുണ്ടാകും. അത് ഇന്നത്തെ സന്ദേശം ശ്രദ്ധയോടെ കേട്ടാൽ അത് ദൂരീകരിക്കപ്പെടും. ഈ മനോഹരമായ ദൈവാലയം എപ്പോൾ തകരും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അത് തകരുന്നതിന് ഒരടയാളം പിടിച്ചോ. ഇന്ന് ചിലർ പറയുന്നില്ല, അഭിഷേകത പിടിച്ചോ 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 പിടിച്ചോ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ള അഭിഷേകം പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അപ്പൊ നോക്കുക, അങ്ങനെയുള്ള അഭിഷേകമല്ല ഞാനിവിടെ പറയുന്നത്. അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരും. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്റെ നാമത്തിൽ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്നാണ്. അപ്പോസ്തല പ്രവർത്തികൾ നിങ്ങൾ വായിച്ചാൽ 5-ാം അധ്യായം 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ച് നടക്കുമ്പോൾ അവരെ പിടിച്ച് തല്ലാനും കൊല്ലാനുമായി ആൾക്കാർ ഇറങ്ങിത്തിരിച്ചു. അന്നേരം അവിടുത്തെ ഒരു വലിയ മതനേതാവായിരുന്ന ഗമാലിയേൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ അപ്പോസ്തല പ്രവർത്തി 5-36-37 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ യെരൂശലേമിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് അനേക കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റതായി, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റതായും അവിടെ ഗമാലിയേൽ പറയുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. ഇത് യെരൂശലേം ദൈവാലയം അന്ന് നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതാണ്, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് ആൾക്കാരെ തെറ്റിക്കുവാനായി ആ കാലഘട്ടത്തിൽ AD 70 തൊട്ട് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ഒരുപാട് കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് ആൾക്കാരെ കൂട്ടി അവർ ആൾക്കാരെ വേറൊരു തലത്തിലേക്ക് ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി അവരും നശിച്ചുപോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരുന്ന കാണാം. അങ്ങനെ ആ പ്രവചനം അവിടെ നിറവേറുകയാണ്. ഒന്ന്, വളരെ സിമ്പിളാണ് ഇന്നത്തെ സന്ദേശം. രണ്ടാമത്തെ കാര്യം കർത്താവ് പറഞ്ഞു, എന്താണ് ഈ യെരൂശലേം നഷ്ടപ്പെടും എന്നുള്ളതിന്റെ അടയാളം? അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. AD 70 മുമ്പ് ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, ഈ ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ യെരൂശലേം തകർക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. റോമൻ ആ നാളുകളിൽ റോമൻ സാമ്രാജ്യത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നും ഒരുപാട് കലഹങ്ങളും ലഹളകളും ഉണ്ടായിരുന്നു എന്നും റോമൻ ചക്രവർത്തിക്കെതിരെ ഒരുപാട് നിരവധി യുദ്ധശ്രുതികൾ കേട്ടു എന്നും ഉടനീളം AD 62 മുതൽ 66 വരെയുള്ള കാലയളവിൽ അത് സംഭവിച്ചതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദ ചരിത്രകാരന്മാരിൽ പ്രധാനിയായ ഒരാളാണ് ജോസിഫസ്. അദ്ദേഹം തൻ്റെ ഹിസ്റ്റോറിക്കൽ രേഖകളിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ റോമൻ ഹിസ്റ്റോറിയൻസ് എല്ലാം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. AD 62 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിൽ ആ റോമൻ സാമ്രാജ്യത്തിൽ ആകമാനം യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടുകൊണ്ടിരുന്നു. അവിടെ ഇവിടെയായി പ്രതിസന്ധികൾ ഏറിക്കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ വചനങ്ങൾ അത് നിറവേറി, അത് സംഭവിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, AD 70 ആയപ്പോൾ ദൈവാലയം തകർക്കപ്പെടുകയും ചെയ്തു. ആദ്യം പറഞ്ഞു, ഈ യെരൂശലേമിന്റെ തകർച്ചയ്ക്ക് മുമ്പ് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ഈ മനോഹരമായ ദൈവാലയം തകർക്കപ്പെടുന്നതിന് മുമ്പ്, കല്ലിന്മേൽ ശേഷിക്കാതെ തകർക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ ഇവിടെയായി യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ റൂമേഴ്സ് ഓഫ് വാർസ് നിങ്ങൾ കേൾക്കുവാനിടയായി തീരും. മൂന്നാമതായി കർത്താവ് അവിടെ പറയാണ്, 13-ാം അധ്യായം 8-ാം വാക്യം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും, ഇത് ഈറ്റുനോവിന്റെ ആരംഭമത്രേ. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഭൂകമ്പവും ക്ഷാമവുമാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോകും. അനിയനും ചേട്ടൻ ഇരട്ടകളാണ്. ഭൂകമ്പവും ക്ഷാമവും ഒരുമിച്ച് പ്രവർത്തിക്കും. കാരണം ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പാർപ്പിടമില്ലാതെയാകും, എല്ലാം നഷ്ടപ്പെടും. ഒരു ഉരുൾപൊട്ടലിൽ സംഭവിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. വളരെ ദാരുണം. ഞാൻ ആ വാർത്തകളൊക്കെ ചിലതൊക്കെ വായിക്കാതെ വിടുകയാണ്. കാരണം അത് കേൾക്കാനും കണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കില്ല. വളരെ ദയനീയമായ അവസ്ഥ. ശരീരാവയവങ്ങൾ നുറുക്കപ്പെട്ട് കടന്നുപോയി. പല അവയവങ്ങളായിട്ട് മാത്രം, അല്ലെ 70-74 മൃതശരീരങ്ങൾ ആരെന്നറിയാതെ സംസ്കരിക്കേണ്ടി വന്നു. ചില അവയവങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട് നിലമ്പൂർ ഭാഗത്തുനിന്ന് വന്ന ആംബുലൻസിൽ വന്നതെല്ലാം കുറേ ശരീരഭാഗങ്ങൾ മാത്രമായിരുന്നു. വളരെ സങ്കടകരമായ അവസ്ഥകൾ.
അങ്ങനെ അവരെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊണ്ടുപോവുകയാണ്. നമ്മൾ കണ്ടു സൈന്യം എന്ത് ചെയ്തു? അവർ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഭക്ഷണ വസ്തുക്കൾ അവർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഭക്ഷണമില്ല, പാർപ്പിടമില്ല, സ്വരുക്കൂട്ടി വെച്ചതെല്ലാം പോയി, ക്ഷാമം. കേരളം ഒന്നിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരണം. അപ്പോൾ ജാതിയും ഇല്ല, മതവും ഇല്ല, വിദ്വേഷങ്ങളുമില്ല, രാഷ്ട്രീയമില്ല, എല്ലാം ഒന്നിക്കും. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് സാധു സഹായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും അതിന് സഹായങ്ങൾ അർപ്പിക്കുന്നു. സഹായങ്ങൾ കൊടുക്കണം, എത്തേണ്ടിടത്ത് എത്തുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് കൊടുക്കണം. ഓക്കെ, മോള് പഠിക്കുന്ന കോളേജിൽ നിന്നും അവർ ചില ക്രമീകരണങ്ങൾ ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലൊക്കെ നമ്മൾ നിൽക്കുകയാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഓർക്കുക, യുദ്ധവും ക്ഷാമവും അവിടെ ഉണ്ടാകും. ഈ ദൈവാലയത്തിന്റെ തകർച്ചയ്ക്ക് മുമ്പ് ഈ അടയാളങ്ങളാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു അപ്പൊ ഇനി ഈ യുദ്ധവും ക്ഷാമവും ഒന്നും വരില്ലല്ലേ? അപ്പൊ അതെല്ലാം സംഭവിച്ചല്ലോ. ഈ മനോഹരമായ, നിങ്ങൾ ഓർക്കണം, നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളും വചനങ്ങളും കേട്ടിട്ട് അതങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാതെ പറയുന്നുണ്ട്, ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ. ചിലർ പറയും 1 or 2 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും. എവിടെയും പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ? ഇല്ല. നിങ്ങൾ ആരംഭിപ്പിൻ, ഞാൻ അവസാനിക്കാമെന്ന് പറഞ്ഞ കർത്താവേ. ആവശ്യമില്ലാതെ കർത്താവിനോട് നീ പറയാത്ത കാര്യം കർത്താവിനെ കൊണ്ട് പറഞ്ഞെന്ന് പറയിക്കരുത്. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? ഞാനിത് ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ച് നോക്കി, ഒരിടത്തും കണ്ടില്ല. ആരെങ്കിലും ആ വചനം കണ്ടെത്തിയാൽ എനിക്ക് പറഞ്ഞു തരണം. കർത്താവ് പറയാത്തൊരു കാര്യം നീ പറഞ്ഞു കർത്താവ് എന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവവചനങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നതെല്ലാം അങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആരെങ്കിലും പറഞ്ഞു വരുന്നത് കേട്ടിട്ട് അങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോകരുത്. വചനത്തിലുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചാണ്, മനോഹരമായിട്ട് കർത്താവ്, എത്ര സുന്ദരമാണ് കർത്താവ്, എത്ര ഭംഗിയുള്ള കല്ലുകൊണ്ട് പണിതിരിക്കുന്നു കർത്താവ്, നീ ഇതിന്റെ ഭംഗി കാണുന്നുണ്ടോ? കല്ലിൽ മേൽ ശേഷിക്കാതെ തകർന്നു പോകും. AD 70 എന്ത് സംഭവിച്ചെന്നറിയോ? റോമൻ ചക്രവർത്തി തന്റെ സൈന്യത്തെ അയച്ച് പള്ളിയെല്ലാം അടിച്ച് തകർത്ത ശേഷം എന്ത് ചെയ്യുന്നറിയോ? ദൈവാലയത്തിനകത്ത് സ്വർണ്ണമുണ്ട് അല്ലേ? സ്വർണം കൊണ്ടൊക്കെയാണ് ഇതെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. അകത്ത് ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട്, സ്വർണ്ണ കലശങ്ങളുണ്ട്, സ്വർണ്ണത്തിലുള്ള നിലവിളക്കുണ്ട്. നമ്മളിവിടെ കാണുന്ന നിലവിളക്കല്ല, അതിന് 7 കൊമ്പുകളുള്ള, അതിനെല്ലാം അർത്ഥങ്ങളുണ്ട്. അവിടെ ഇരിക്കട്ടെ. അങ്ങനെ സ്വർണം കൊണ്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ പള്ളിക്കകത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ തകർത്ത് കളഞ്ഞ ദൈവാലയത്തെ അവർ വന്നിട്ട് അതിനെ ഉഴുതുമറിച്ചു എന്നാ പറയുന്നത്. അപ്പൊ കല്ലിൽ മേൽ ശേഷിക്കാതെ പോയില്ലേ? യേശു പറഞ്ഞ വാക്ക് എത്ര അച്ചോട്ടായി അക്ഷരം പ്രതി നിറവേറി ചരിത്രം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ സ്വർണത്തിന് വേണ്ടിയിട്ടാണ് അവരെ ഉഴുതുമറിച്ചത്. അവരറിയുന്നില്ല. പക്ഷെ അതിനു മുമ്പേ എൻ്റെ യേശുപ്പച്ചൻ പറഞ്ഞു വെച്ചു, ഇത് കല്ലിൽ മേൽ ശേഷിക്കാതെ പോകും. അതിനു മുമ്പ് ഈ 3 കാര്യങ്ങൾ നടന്നു എന്നാണ് ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു, കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റു, അവിടെ ആ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടായി, ഭൂകമ്പവും ക്ഷാമവും ഉണ്ടായി. അവിടെയായി അതിനെക്കുറിച്ചും നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ക്ഷാമത്തെക്കുറിച്ച് ഒരു പ്രവചനം അവിടെ ഒരു ദൈവമനുഷ്യൻ വന്ന് പ്രവചിച്ചതായി പറയുന്നു. ദൈവാലയ തകർച്ചയ്ക്ക് മുമ്പ് ഇതെല്ലാം നിറവേറി. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടല്ലേ? അപ്പൊ പിന്നെ ഇന്ന് ആൾക്കാർ ചുമ്മാ ആയിരിക്കും പാടുന്നത്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാ, പ്രിയൻ വരുവതിന് താമസമേറെയില്ല, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. അപ്പൊ പിന്നെ അതെന്തിനു പാടുന്നു? ദൈവാലയം തകർന്നില്ലേ? അതിനു മുമ്പ് ഇതൊക്കെ സംഭവിച്ചില്ലേ? പിന്നെന്തിനാ ഇപ്പൊ പറയുന്നത്? ആ ചോദ്യത്തിന് ഉത്തരമാണ് കർത്താവ് യേശു 8-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ കൂട്ടിച്ചേർത്ത് വെച്ചത്. എന്താണത്? ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇതൊരു അടയാളമാണ്. ശിഷ്യന്മാർ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇതെപ്പോൾ സംഭവിക്കും? ഏതാ? ദൈവാലയം എപ്പോൾ സംഭവിക്കും? 2, നിന്റെ വരവിന് ലോക അവസാനത്തിന്റെ ലക്ഷണം എന്ത്? ഇതിന് 2നും കൂടെ ചേർത്താണ് കർത്താവ് ഒറ്റ മറുപടി നൽകിയത്. ഒറ്റമൂലി. ഹല്ലേലൂയ. അപ്പോൾ അതവിടെ നടന്നു കഴിഞ്ഞെങ്കിൽ കർത്താവ് പറയുന്നു, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്, ഇത് നിങ്ങൾക്കൊരു അടയാളമാണ്. ഇനി ലോക അവസാനം അടുക്കുമ്പോൾ ഇത് കൂടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിന്റെ അവസാനത്തിലേക്ക് ഇതിപ്പോൾ സംഭവിച്ചു. നിങ്ങൾ ചോദിച്ചു പള്ളി എപ്പോൾ തകരും? അതിനു മുമ്പ് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ ലോകത്തിന്റെ അവസാനിക്കുന്നതിന് മുമ്പ് ഉണ്ടാകും. ഇത് ഇവിടെ മുതൽ തുടങ്ങുകയാണ്. എവിടെ മുതൽ? ആ യെരുശലേമിന്റെ ദൈവാലയത്തിന്റെ അധപ്പതനം ആരംഭിക്കും. അത് തകർക്കപ്പെടുന്നത് മുതൽ ആ ഈറ്റുനോവ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ ഏറ്റവും അടുത്ത സമയത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ? പ്രസവവേദന എന്ന് പറഞ്ഞാൽ ഒരു വേദന ഉണ്ടാകും. അത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് മാറും. പിന്നെ കുറേ സമയം കഴിയുമ്പോൾ വരും. നമുക്കൊക്കെ പറഞ്ഞു കേട്ട അനുഭവങ്ങളേ ഉള്ളൂ, അനുഭവിച്ചവർക്കറിയാം.
ഏറ്റവും ഭയങ്കര വേദന എന്നാ പറയുന്നത്. ആ വേദന ഭയങ്കരമായി വരും പോകും, പിന്നെ അതിങ്ങനെ അടിക്കടി വരും, കൂടിക്കൂടി വരും, അതിഭയങ്കരമായ വേദന വരും, പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ആ വേദനയുടെ അവസാനം ഒരു വിളിയാണ്, ഒരു കരച്ചിലാണ്. ഇല്ലേ, ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അത് ജനിക്കുന്നതിന് മുമ്പുള്ള വേദന. ഈറ്റുനോവിന്റെ ആരംഭമെന്ന് യേശു പറഞ്ഞു വെച്ചത് വെറുതെ അല്ല. ഇപ്പോൾ കാണുന്ന ഭരണകൂടങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി, എല്ലാം ഉടഞ്ഞു മാറി മറ്റൊരു ഭരണം വരാനായി പോകുന്നു, മറ്റൊരു ഭരണം ജന്മമെടുക്കാനായി പോകുന്നു. അതിനു മുമ്പ് ഇത് സംഭവിക്കും. അതിനു മുമ്പ് ഈ ഭരണകൂടങ്ങളെല്ലാം തകർന്നുടയും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹർമഗദ്ദോൻ യുദ്ധം നമുക്ക് കാണാൻ കഴിയും. എതിർ ക്രിസ്തുവിന്റെ സൈന്യവും കർത്താവായ യേശു ക്രിസ്തുവും വിശുദ്ധന്മാരുമായുള്ള യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനെ മുഴുവനുമായി അവനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അടുത്ത 1000 വർഷം ഭരണം കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിക്കാനായി പോവുകയാണ്. അങ്ങനെ ഒരു പുതുഭരണത്തിന്റെ ജന്മമെടുക്കാൻ പോകുന്നതിന് മുമ്പ് സംഭവിക്കുന്ന തകർച്ചയും വേദനയും കുറിച്ചാണ് കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. ഈ ആലയം നശിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നടക്കും. അതേ കാര്യങ്ങൾ ലോകാവസാനത്തിന് മുമ്പ് യേശു തന്റെ മില്ലേനിയം അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച 1000 ആണ്ട് ഭരണം നടത്തുന്നതിന് മുമ്പ് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാലയളവിൽ എന്തൊക്കെ കാണും? ഈ പറഞ്ഞ 3 കാര്യങ്ങളും കാണും. കാണുന്നുണ്ടോ? കള്ളപ്രവാചകന്മാരുണ്ടോ? ഇന്ന് ഉണ്ടോ? ചിലർക്ക് ഇപ്പോഴും സംശയമാണ്. അപ്പോൾ കള്ളപ്രവാചകം വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ ശപിക്കുമെങ്കിലോ? കള്ളപ്രവാചകന്മാർ കൂടിക്കൂടി വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് സത്യപ്രവചനങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. ആൾക്കാരെ വഴിതെറ്റിച്ചു വിടുന്ന തരത്തിൽ വേറെ ഉപദേശങ്ങൾ പറഞ്ഞ് ജനത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൻ്റെ അവതാരമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ നിൽക്കുന്നു. ചിലർ പറയുന്നു, യേശു ക്രിസ്തു പറഞ്ഞില്ലേ, ഞാൻ പോയ ശേഷം ഒരു കാര്യസ്ഥനെ അയക്കും, ആ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയും അവൻ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തുകയും ചെയ്യും, ആ കാര്യസ്ഥനാണ് ഞാനെന്ന്. കേട്ടിട്ടുണ്ടോ നിങ്ങളെങ്ങനെ? യേശു പറഞ്ഞത് എന്താണ്? താൻ പറഞ്ഞ കാര്യസ്ഥൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് പെന്തക്കോസ് നാളിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തനിക്ക് വേണ്ടി കാത്തിരുന്ന 120 മേൽ മാളിക മുറിയിലേക്ക് താൻ ആ കാര്യസ്ഥനെ പകർന്നു. പരിശുദ്ധാത്മാവ് അവരിലേക്ക് പകർന്നു. പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, പ്രവചിക്കാൻ തുടങ്ങി, ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അതാണ് ഞാനെന്ന് പറഞ്ഞ് ചില ആൾക്കാരെല്ലാം ഇന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ക്രൈസ്തവരുടെ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് നടന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പണ്ട് ലോറി എന്നൊക്കെ പറഞ്ഞൊരു ദേവദാസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തി നടന്നിട്ടുണ്ട് അദ്ദേഹത്തിലൂടെ. ഒടുവിൽ കേട്ടത് അയാൾ ഒരുപാട് അതിശയങ്ങൾ, അദ്ദേഹത്തിന്റെ കാറിൽ ചെന്ന് തൊട്ടാൽ കാലില്ലാതിരുന്ന മുടന്തന്മാർക്ക് കാലുണ്ടായെന്നൊക്കെയുള്ള അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അത്രേ. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ക്രിസ്തു എന്ന്. അപ്പോൾ അത് ഇന്നും പല തലങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമുക്ക് കാണാൻ കഴിയും. കള്ളപ്രവാചകന്മാർ ജനങ്ങളെ തെറ്റിച്ചു കളയുന്നു, ദുരുപദേശങ്ങൾ കൊടുക്കുന്നു, ആൾക്കാരെ മാറ്റിക്കളയുന്നു. കർത്താവിനുള്ള ശ്രദ്ധ മാറ്റി അവരിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാർ, കള്ളന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇത് ഈ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പിൽ ഈറ്റുനോവിന്റെ ആരംഭം വന്നു തുടങ്ങി. ഇപ്പോൾ അതിന്റെ അവസാന വേദനയുടെ ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാ പ്രവചനങ്ങളും കേട്ടിട്ട് ചാടി ഓടി പോകരുത്. രണ്ടാമത്തെ കാര്യം കർത്താവ് എന്ന് പറഞ്ഞ എന്താണ്? ഇത് നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കുറിച്ച് കേൾക്കും. ഇപ്പൊ വല്ല യുദ്ധശ്രുതി വല്ലതും കേൾക്കുന്നുണ്ടോ? ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധശ്രുതികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനം ഈ യഹൂദന്മാർ ഇസ്രായേലിയർ ഒറ്റപ്പെടും. എല്ലാവരും ശത്രുക്കളായി തീരും. ഇന്ന് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്കും സഹായിക്കാൻ പറ്റാത്തൊരു കാലം വരും. ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ പ്രവചിക്കുന്നതല്ല, ബൈബിൾ പ്രവചിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഞാനത് പറയുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, അതുപോലെ മറ്റ് യെശയ്യാവ്, മറ്റ് പല പ്രവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴെല്ലാം അങ്ങനെയാണ് ഇസ്രായേലിന്റെ അധപ്പതനത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ദൈവത്തിന്റെ ആലയം അവിടെ പണിയപ്പെടും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആയിക്കൊണ്ടിരിക്കുക. ആ ദൈവാലയം പണിയപ്പെടും, പക്ഷേ അതും തകർക്കപ്പെടും. അപ്പോൾ ഓർക്കണം, ഈ ആലയം തകർക്കപ്പെടുമെന്നതിന്റെ അടയാളം എന്താണ്? കർത്താവ് പറഞ്ഞു, വീണ്ടും പണിയപ്പെടും, അത് പിന്നെയും തകർക്കപ്പെടും. ഹല്ലേലൂയ. യഹൂദന്മാർ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങൾ വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. എന്തുമാകട്ടെ, ഇന്ന് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പെരുകിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധഭൂമിയിൽ പോയി പ്രവർത്തിച്ച പല വ്യക്തികളുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുവാൻ ഞങ്ങൾക്കിടയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഏറെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു.
അപ്പോൾ ഓർക്കണം, കർത്താവ് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിൻ്റെ അടയാളം ഇതാണ്. എന്താണ്? അവസാനം എപ്പോൾ? ഇതാ മറ്റൊരു ലക്ഷണം. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഭൂകമ്പമാണ്, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. നിങ്ങൾക്കറിയോ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിലൂടെ ഭൂകമ്പത്തിൻ്റെ ഭ്രംശരേഖകൾ കടന്നു പോകുന്നുണ്ടെന്ന്? ജിയോളജിസ്റ്റുമാർ അത് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വച്ചിരിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലൂടെയും നമ്മൾ പാർക്കുന്ന ജനനിബിഡമായി പാർക്കുന്ന സ്ഥലങ്ങളുടെ അടിയിലൂടെ ഈ ഭൂകമ്പത്തിൻ്റെ ഭ്രംശരേഖകൾ സഞ്ചരിക്കുന്നുണ്ട് എന്ന്. ഇന്നലെ ഞാനൊരു വാർത്ത കേൾക്കാൻ ഇടയായി തീർന്നു. ഇത് അറിയപ്പെടാതെ പെട്ടെന്ന് വന്ന ഒരു ദുരന്തമാണ് ഈ കണ്ട മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചത്. എന്നാൽ അറിഞ്ഞുകൊണ്ടൊരു വലിയ മഹാവിപത്ത് വരാനായി പോവുകയാണ്. അത് മുല്ലപ്പെരിയാറാണ്. അങ്ങനെയാണെങ്കിൽ 3 ജില്ലകൾ തന്നെ, കേരളത്തിൽ നിന്ന് 14 ജില്ലകളിൽ 3 ജില്ലകൾ തന്നെ പാടെ നശിച്ചു പോകും. ലക്ഷക്കണക്കിന് ജനങ്ങൾ നിർമൂലമാകും മുല്ലപ്പെരിയാറിന് തകർച്ച വന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശാസ്ത്രജ്ഞന്മാർ. രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി പലരും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിൽ ലോകവ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകിയതാണ്, വെള്ളത്താലും തീയാലുമുള്ള അപകടങ്ങൾ അവിടെ എവിടെയായി പെരുകുമെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകണമേ, ഒഴിഞ്ഞു പോകണമേ. പക്ഷേ ഈ വചനങ്ങൾ നിറവേറിയേ മതിയാകുള്ളൂ. അപ്പോൾ ഒരു കാര്യം വാസ്തവമാണ്, മനോഹരമായി ദൈവാലയം അത് യേശു പറഞ്ഞതുപോലെ ചില അടയാളങ്ങൾ നിറവേറ്റിക്കൊണ്ട് അത് തകർക്കപ്പെട്ടെങ്കിൽ ഇന്ന് കാണുന്ന ലോകവും അതിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. അത് കർത്താവ് പറഞ്ഞതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലോകമെല്ലാം വിറ്റ് ഓടിപ്പോയി എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് സംഭവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. ഹല്ലേലൂയ. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് തുടർന്ന് നിങ്ങൾ ഈ 8 താഴോട്ടും 9 വാക്യങ്ങൾ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ കാണാം. മനുഷ്യർ സ്വസ്നേഹികളായിത്തീരും, സ്നേഹം തണുത്തു പോകും, അധർമ്മം പെരുകും, സ്നേഹം വെറും പേരിന് മാത്രമായി തീരും. ഇപ്പോൾ നമ്മൾ കൂടുതലും മൃഗങ്ങളോടാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നത്, അല്ലേ? മൃഗങ്ങളോടാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ മറ്റു പലതിനോടും. എവിടെയോ എന്തോ ഞാനൊരു ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട്. ഒരു സ്ത്രീ എപ്പോൾ നോക്കിയാലും വീട്ടിലെ പെറ്റായി ആ പട്ടിയും കൊണ്ട് നടക്കും, പട്ടിക്കുട്ടിയെ കൊണ്ട്. അതിനെപ്പോഴും ഉമ്മ കൊടുക്കും. പട്ടിയോട് ചോദിക്കും, ഉമ്മ എന്ന് പറയും, പട്ടിയും അങ്ങോട്ടും ഉമ്മ കൊടുക്കും. ഭയങ്കര സ്നേഹമാണ്. ആ ആളില്ലാതെ പട്ടിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല, ഈ പട്ടിയില്ലാതെ ഈ കുട്ടിക്കും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു മൃഗസ്നേഹമാണ്. പക്ഷേ ആരോ പറഞ്ഞു, എന്താ ഈ പട്ടിയോട് ചിലവിടുന്ന നേരം എൻ്റെ ഭർത്താവിനോടുകൂടെ കുറച്ച് സമയം ചിലവിട്ടെങ്കിൽ നിൻ്റെ കുടുംബജീവിതം നന്നായേനെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പാവം പ്രാണികളോട് നമ്മൾ സ്നേഹം കാണിക്കണം, അതിരിക്കട്ടെ. പക്ഷെ കുടുംബ ബന്ധങ്ങളും മനുഷ്യ സ്നേഹങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടല്ല. മനുഷ്യർ സ്വാർത്ഥന്മാരായി തീരും, സ്വസ്നേഹികളായി തീരും, വാത്സല്യമില്ലാത്തവരായി തീരും, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരായി തീരും. അധർമ്മം പെരുകുന്നു, സ്നേഹം തണുക്കുന്നു, വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. സ്വന്തം ഭാര്യ മക്കൾ ഉള്ളപ്പോൾ തന്നെ രഹസ്യമായി മറ്റിടങ്ങളിലേക്ക് പോകുന്നവർ. അതുകൊണ്ടല്ലേ ചിലർ കൊരിയറിന്റെ പേരും പറഞ്ഞു വന്നിട്ട് തുരുതരെ തൊടുക്കാൻ കഴിയുന്ന, ഒന്നിനു പുറകെ ഒന്നാലെ തൊടുക്കാൻ കഴിയുന്ന, വെടിവെക്കാൻ കഴിയുന്ന തോക്കുകളും കൊണ്ട് നടക്കുന്ന ചില ഡോക്ടർമാർ പോലും. രസം തോന്നുന്നു. വിദ്യാഭ്യാസം കുറഞ്ഞിട്ടാണോ, പണം കുറഞ്ഞിട്ടാണോ, സൗന്ദര്യം കുറഞ്ഞിട്ടാണോ, പദവി കുറഞ്ഞിട്ടാണോ, അവരുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് കുറഞ്ഞിട്ടാണോ? പക്ഷേ അധാർമികത, ലൈംഗിക അരാജകത്വം പെരുകുന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്, ലോകം അതിന്റെ അവസാനത്തേക്ക് നീങ്ങുകയാണ്. ലോകം അതിന്റെ അവസാനത്തിൽ നീങ്ങുകയാണ്. അപ്പനെ പേടിയില്ല, അമ്മയെ പേടിയില്ല, നാട്ടുകാരെ പേടിയില്ല. ഏത് കണ്ടവന്റെ കൂടെയും ഏത് വൃത്തികെട്ട രീതിയിലും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒഴുക്കിനൊത്തവണ്ണം നമ്മൾ അവരോടുകൂടെ ഒഴുകാനല്ല അദ്ദേഹം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിയമങ്ങൾ അനുകൂലമാണ്, കോടതി വിധികൾ അനുകൂലമാണ്. പക്ഷെ നമ്മുടെ കോടതി നിയമവും ഇവിടെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഏത് തരത്തിലും പോകാം.
ആണിനെ കല്യാണം കഴിക്കാം, പെണ്ണിനെ കല്യാണം കഴിക്കാം, ഒരുമിച്ച് ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ജീവിക്കാം. ഇതെല്ലാം നടക്കും എന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ സോദോം ഗൊമോറയിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ നടക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് ഈ കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നോഹയുടെ കാലത്ത് സംഭവിച്ചെല്ലാം ഈ കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കർത്താവ് പറഞ്ഞ അടയാളങ്ങൾ. ഈ ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് ഓടുകയാണ്. പക്ഷേ ദൈവമക്കളെ, നിങ്ങളെങ്ങനെ ആയിരിക്കണം? ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താനായി പോകുന്നു. ഒന്ന്, 33-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. 33-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഇത് സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ ആരോടാണ് നമ്മൾ സൂക്ഷിച്ചുകൊള്ളാൻ പറയുന്നത്? രണ്ടർത്ഥത്തിൽ പറയാറുണ്ട്. ഒന്ന്, നമ്മൾ പറയും ദേഷ്യം വരുമോ സൂക്ഷിച്ചോ, ഒരു വാണി. അല്ലാതെ നമ്മൾ സൂക്ഷിച്ചാണല്ലോ എന്ന് പറയും. അതെങ്ങനെയാ പറയുന്നത്? യാത്രയിലൊക്കെ സൂക്ഷിക്കണം കേട്ടോ, കള്ളന്മാരുണ്ട്, സൂക്ഷിക്കണം. അപകടം നിറഞ്ഞ പാതയാണ്, സൂക്ഷിക്കണം. കാറിൽ കയറിയോടെ എൻ്റെ അമ്മ ഇപ്പോഴും വന്ന് പറയും പിള്ളേരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, വളവൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചു പോകണം. സൂക്ഷ്മതയുള്ളവരായിരിപ്പേൻ, ഇതെല്ലാം സംഭവിക്കും. കള്ളപ്രവാചകന്മാർ നിങ്ങളെ തെറ്റിക്കരുത്, ദൈവസന്നിധി നിങ്ങൾ അകറ്റിക്കൊണ്ട് പോകരുത്, പാപവഴികൾ നിങ്ങൾ പെട്ടുപോകരുത്. എല്ലാവരും ഇനി വചനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നവർ പോലും ഈ വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് നടക്കും. അപ്പോഴും നിങ്ങൾ ന്യായീകരിച്ച് അവനങ്ങനെ ചെയ്യുന്നല്ലോ എനിക്കുമാകാം. നോ, അവനങ്ങനെ ചെയ്യാം. അവനോട് ന്യായവിധി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ന്യായവിധിയിൽ നീ പെട്ടുപോകാതിരിപ്പാൻ നീ നിന്നെ സൂക്ഷിക്കണം. അതാണ് ദൈവം നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും പ്രസംഗിച്ച് നടക്കുന്ന അവൻ കണ്ടില്ല, ഇങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. പ്രിയമുള്ളവരെ, ദൈവദാസന്മാരങ്ങനെ നടക്കുന്നില്ലേ? അവർ നടന്നാൽ അവർക്ക് അടി കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓർക്കണം. അവരുടെ ജീവിതമല്ല നിനക്ക് മാതൃക. കർത്താവായ യേശുവിൻ്റെ ജീവിതം അവൻ പഠിപ്പിച്ച വചനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. കുടുംബ ബന്ധങ്ങൾ നേരെയാക്കണം. ഹല്ലേലൂയ. പിശാചിന്റെ വലിയ തന്ത്രങ്ങളാണ്. നീ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ അവസ്ഥകളെ നീ സൂക്ഷിക്കണം. കാരണം എന്നറിയോ, ചിലരെല്ലാം ഈ കൊച്ചു പിള്ളേരെല്ലാം ഇച്ചിരി പാടാൻ കഴിവുണ്ടെങ്കിൽ കീബോർഡ് വായിക്കാൻ കഴിയും. നമ്മുടെ പിള്ളേരല്ല കേട്ടോ, അവർ സുന്ദരം നല്ല പിള്ളേരാണ്. അതുകൊണ്ടാണ് അവർ നമ്മുടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന ഇതാണ്, ആ കൊച്ചു പിള്ളേരെല്ലാം പിടിച്ച് ഇങ്ങനെ കീബോർഡ് വായിക്കാൻ പ്രാർത്ഥിക്കാനെല്ലാം അവർ നിൽക്കുമ്പോൾ ജനം ഇത്രയും വന്നു കൂടിയിരിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? കഴിവുകൾ പ്രകടമാക്കാൻ തുടങ്ങും. പെർഫോമൻസ് ആണ്, ആഴത്തിൽ നിന്നുള്ള ആരാധന അനുഭവങ്ങളില്ല. അതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരാധിക്കാൻ ചെന്ന് നിൽക്കുന്നതിന് മുമ്പ് നിന്റെ രഹസ്യ പ്രാർത്ഥനാ മുറിയിൽ ആദ്യം നീ ആരാധനയിൽ ദൈവ സാന്നിധ്യം ഉണരണം. അവനത് ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വന്ന് കോപ്രായങ്ങൾ കാണിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആത്മീയ തലത്തിൽ അവർക്ക് ആഴമായ ബന്ധങ്ങളില്ല. അനാവശ്യമായ ബന്ധനങ്ങൾ കുടുങ്ങി അവർ നശിച്ചു പോവുകയാണ്. കർത്താവ് എല്ലാവരോടും പറയുന്നു, കൊച്ചുമക്കളോടൊന്നും മാത്രമല്ല, പ്രായമുള്ള മുതുക്കന്മാരും മുതുക്കികളോടും പറയുന്നു, സൂക്ഷിച്ചുകൊള്ളുവേൻ. ഇതെല്ലാം സംഭവിക്കും, നിങ്ങൾ സൂക്ഷിച്ചോളും. രണ്ടാമത്തെ കാര്യം പറയുന്നത് 13-ാം അധ്യായം 33-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കളയരുത്. ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥന നിർത്തിക്കളയരുത്. നമ്മൾ വിചാരിക്കും കുടുംബ പ്രാർത്ഥനയുണ്ടല്ലോ, പള്ളിയിൽ പ്രാർത്ഥനയുണ്ടല്ലോ, ഞാൻ ഓർക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അത് മാത്രം പോരാ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ സമയം മാറ്റിവെക്കുന്ന ഒരു വ്യക്തി ദൈവത്തോട് അടുത്തടുത്ത് വരും. പ്രാർത്ഥനയിൽ കുറവുള്ള ഒരു വ്യക്തി ദൈവത്തിന് അകന്നകന്നു പോകും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുമില്ല. ലിയനോട് റാവൻഹിൽ എന്നൊരു ദൈവദാസൻ പറഞ്ഞതാണ്, യഥാർത്ഥമായി ദൈവസനിൽ ആത്മാർത്ഥ. ഞാൻ അതുകൊണ്ട് ഞാൻ ദൈവസന ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, മണിക്കൂറുകൾ ദൈവസനിൽ പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ പ്രാർത്ഥിക്കണം. അതിൽ മാത്രം സംതൃപ്തി അടഞ്ഞിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു 10 മിനിറ്റ് ദൈവസനിൽ പ്രാർത്ഥിച്ചിട്ട് പോവുക. ബന്ധം, കർത്താവുള്ള ബന്ധം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. 2 മണിക്കൂറിടയിൽ ഒരു 5 മിനിറ്റ് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ എല്ലാവർക്കും പറ്റില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, 5 മിനിറ്റ് സമയം ഉള്ള തിരക്കുകൾക്കിടയിൽ നിന്ന് ഓടി വന്ന് എവിടെയെങ്കിലും മാറിയിരുന്ന് കർത്താവിന് 5 മിനിറ്റ് സമയം ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, കടന്നു പോകുക. വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് വരും. ഞാൻ കർത്താവിനെ അത് ശീലിച്ചിട്ടുണ്ട്. ഓരോ യാമ ആരംഭത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ 3 മണിക്കൂർ കഴിയുന്തോറും 24 മണിക്കൂർ ഞാൻ എടുത്തൊരു ക്ലോക്ക് ആ ഒരു ഇതിലെടുത്തിട്ട് ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും ആദ്യത്തെ 3 മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. രാവിലെ 6 മണിക്ക് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞാൽ 6 മണി, ചിലപ്പോൾ അരമണിക്കൂർ നീണ്ടുപോയെന്ന് വരും, ചിലപ്പോൾ 3/4 മണിക്കൂർ പോയെന്ന് വരും, ചിലപ്പോൾ 1 മണിക്കൂറും പോയെന്ന് വരും. 6 മണിക്ക് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക്, അത് കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക്, അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്, വൈകിട്ട് 6 മണിക്ക്, പിന്നെ 9 മണിക്ക്, പിന്നെ 12 മണിക്ക്, പിറ്റേ ദിവസം 6 മണി വരെ.
ഒന്ന് പരിശോധിക്കാമോ നോക്ക്. ഈ മാസം ഭയങ്കര വ്യത്യാസമായിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. കാരണം ഇതാണ്, എന്ത് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഇത്രയും സമയം ഇരുന്ന്? ഒന്നാമത് നമ്മുടെ ആത്മജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കർത്താവേ, തെറ്റുകളിൽ വീഴാതെ എന്നെ കാക്കണം. നിന്റെ വരവ് അടുത്തിരിക്കുന്നു കർത്താവേ. അങ്ങയുടെ വരവിൻ നാൾ നിന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കണം. എൻ്റെ കുടുംബക്കാരെ പ്രാപ്തരാക്കണം. ഒന്നും വേണ്ട, യേശുപ്പൻ പറഞ്ഞ പ്രാർത്ഥന അതുപോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. എന്താണ്? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പാ എന്ന് വിളിപ്പാൻ നീ കൃപ നൽകിയതിനാൽ സ്തോത്രം. നിന്റെ പൈതലാക്കി എന്നെ മാറ്റിയതിനാൽ സ്തോത്രം. പ്രാർത്ഥനയിൽ സ്തോത്രങ്ങൾ പറയാം. ഹല്ലേലൂയ. അങ്ങയുടെ രാജ്യം വരണമേ കർത്താവേ. അങ്ങയുടെ രാജ്യം വന്നാൽ ആ രാജ്യത്തിന്റെ രാജാവ് നീയാണ്. അങ്ങയുടെ രാജ്യം എന്നിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ ഭാര്യയുടെ മേൽ വരണമേ, എൻ്റെ ഭർത്താവിൻ്റെ മേൽ വരണമേ, എൻ്റെ മക്കളുടെ മേൽ വരണമേ, സഹോദരങ്ങളുടെ മേൽ വരണമേ, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് വരണമേ. അങ്ങയുടെ ഭരണം ഞങ്ങളുടെ മേൽ വരണമേ. എന്തുമാത്രം സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങയുടെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ നാമം ഓൾറെഡി ശുദ്ധിയാണ്, ഹോളിയാണ്. എന്നാലും ഞാൻ മുഖാന്തരം നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം, പൂജിതമാകണം. അങ്ങയുടെ നാമം ഇനിയും ഉയർത്തപ്പെടണം കർത്താവേ. ഞാൻ നിമിത്തം നിന്റെ നാമത്തിനൊരു ദോഷവും വരരുത് കർത്താവേ. നിന്റെ നാമം ദുഷിക്കപ്പെടരുത് കർത്താവേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മണിക്കൂറുകൾ പോകുന്ന അറിയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഓരോ 3 മണിക്കൂറിലും ആദ്യത്തെ സമയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ശീലിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടങ്ങാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം യേശു പറഞ്ഞു ഇതെല്ലാം നമുക്ക് ഒരു വശത്ത് ഇതെല്ലാം സംഭവിക്കുക. യേശു പറഞ്ഞു അടയാളങ്ങളെല്ലാം സംഭവിക്കുകയാണ്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടലുകൾ, ആൾക്കാർ വേർപെട്ടു പോകുന്നു, ചിന്ന ഭിന്നമായി മാറുന്നു, എല്ലാം തകർന്നു പോകുന്നു, ഒരുപാട് അപകടങ്ങൾ പെരുകുന്നു, ഒരുപാട് പാപങ്ങൾ പെരുകുന്നു, ഒരുപാട് ഗുണ്ടായുസങ്ങൾ പെരുകുന്നു, ഒരുപാട് അശുദ്ധികൾ പെരുകയാണ്, കൊള്ളയും കൊലപാതകവും പെരുകയാണ്. മനുഷ്യൻ സ്വാർത്ഥന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. ആരെ കൊല്ലാനും ആരെ വെട്ടിമുടിക്കാനും ഒരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രസംഗകന്മാർ പോലും തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവ നീ സൂക്ഷിച്ചുകൊള്ളുക, നീ പ്രാർത്ഥിച്ചുകൊള്ളുക. മൂന്നാമതായി അവസാനമായി കർത്താവ് പറഞ്ഞു 36-37 വാക്യങ്ങളിൽ, ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ നിങ്ങളോട് പറയാണ്. 2 സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ചു പറയുന്നു. 36-ാം വാക്യത്തിലും 37-ാം വാക്യത്തിലും യേശു ആവർത്തിച്ചു പറയാണ്, ഞാൻ നിങ്ങളോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിപ്പീൻ. അതിനർത്ഥം നിങ്ങൾ ഇനി ഉറങ്ങരുതെന്നല്ല. ഉറങ്ങാതിരുന്നാൽ മാനസിക രോഗം വരും, ഡിപ്രഷൻ വരും, ഒരുപാട് രോഗങ്ങൾ വരും, BP കൂടും. അതുകൊണ്ട് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. നിങ്ങൾ ഉറങ്ങുമ്പോഴും ആത്മാവിൽ എരിവോട് ഉണർന്നിരിക്കണം. അതിന് ദൈവവചനം വായിക്കണം, കൂട്ടായ്മ വേണം, എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം, ഏതു സമയത്തും പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. യേശുപ്പൻ്റെ കാഹളം ഏത് സമയത്തും മുഴങ്ങും. നമ്മൾ ഇന്ന് പാടി പല പാട്ടുകളിൽ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദേശമങ്ങ് മുഴങ്ങുന്നു, അവൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവനോട് ഞാൻ ചേരണം. അതിനുവേണ്ടി നമ്മൾ ഒരുക്കത്തോടിരിക്കണം, ഉണർന്നിരിക്കണം. ഏത് സമയത്തുമാകാം കർത്താവിൻ്റെ വരവ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞത്, കള്ളൻ വരുന്നത് പോലെ അവൻ വരും. എന്താണ് കള്ളൻ വരുന്നത്? അത് പറഞ്ഞിട്ട് വരത്തില്ല. ഇന്നത്തെ കള്ളന്മാർ പറഞ്ഞിട്ടൊക്കെ വരും ഇത്ര, പക്ഷേ കള്ളൻ പറയാതെ നനയ്ക്കാത്ത നാഴികയിൽ വരും. യേശു കർത്താവ് പറഞ്ഞു, അന്ന് യേശു കർത്താവ് വരുമ്പോൾ കുറച്ച് അടയാളങ്ങൾ പറഞ്ഞു. 2 പേർ തിരികല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, 2 പേർ വയലിലായിരിക്കും. ഓക്കെ, ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത്? സമയത്തെ കാണിക്കുന്നു. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ കോഴി കൂവുന്ന സമയത്താകാം. കർത്താവ് പറഞ്ഞു പ്രഭാതത്തിലാകാം. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് ആ പകൽവേളയിലാകാം. എന്താ തിരികല്ലിൽ പൊടിക്കുക എന്ന് പറഞ്ഞാൽ? പണ്ട് ധാന്യങ്ങളൊക്കെ പൊടിക്കുന്നത് തിരികല്ലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രഭാതത്തിലോ പകലിലോ ഒക്കെ ഇരുന്ന് തിരികല്ലിൽ പൊടിക്കുന്ന സമയം 2 പേർ വയലിലായിരിക്കും. ഓക്കെ, അപ്പോൾ 2 പേർ വയലിലെന്ന് പറഞ്ഞാൽ പകൽ സമയത്തിൽ അവർ വയലിലായിരിക്കുന്നു. തിരികല്ലിൽ പൊടിക്കുന്നത് സ്വാഭാവികമായും രാവിലെ സമയങ്ങളിലാണ്, പ്രഭാതത്തിലാകാം. 2 പേർ ഉറങ്ങിക്കിടക്കും, അതിൽ ഒരുവനെ കൈക്കൊള്ളും, മറ്റൊരുവനെ തള്ളിക്കളയും എന്ന് പറഞ്ഞാൽ അത് രാത്രിയിലാകാം. ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും എല്ലാം രാത്രിയാണ്. മറ്റ് പല രാജ്യങ്ങളും സമയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഇവിടുത്തെ അനുസരിച്ച് മിനിമം ഒരു 2-2.5 മണിക്കൂറോളം വ്യത്യാസങ്ങളുണ്ട്. ഇനി കാനഡയിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകാൻ 3.5 മണിക്കൂറോളം ഒരു രാജ്യത്തിൽ തന്നെ സമയങ്ങൾ വ്യത്യാസമുണ്ട്. പല സമയങ്ങളാണ്. കർത്താവ് അതുകൊണ്ടാണ് എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞത്. രാത്രിയിലും അല്ലെങ്കിൽ പ്രഭാതത്തിലാകാം, അല്ലെങ്കിൽ പകലിലാകാം, അവൻ ഏത് സമയത്തും വരാം. നീ ഉണർവോടിരിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് പറഞ്ഞ വചനങ്ങൾ നിറവേറുകയാണ്. ആരെങ്കിലും ഇതുവരെ ഈ യേശു കർത്താവിന് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഇന്ന് ആഗ്രഹിച്ചത് നിങ്ങളോട് കുറച്ച് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുറച്ച് വിടുതലിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ദൈവമക്കൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ, ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവം നിങ്ങളെ പലരെയും വിടുവിച്ച് കഴിഞ്ഞു.
വിശ്വസിക്കുക, കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുക. എന്നാൽ ഈ തിരുവചനങ്ങളെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. ചുറ്റും അധാർമികത നടക്കുമ്പോൾ, പാപം പെരുകുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ പണമുണ്ടാക്കാൻ കള്ളപ്രവചനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, യേശുവിന്റെ വരവിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കുകയാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, നിന്റെ ആത്മീയ ജീവിതത്തെ സൂക്ഷിക്കണം. നീ പ്രാപിച്ച ആത്മരക്ഷയെ നീ സൂക്ഷിച്ചൊല്ലണം. നീ പ്രാപിച്ച ആത്മ അഭിഷേകത്തെ നഷ്ടപ്പെടുത്താതെ കാത്തുകൊള്ളണം, സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം, ഉണർന്നിരിക്കണം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുകയാണ്. ഏതു സമയത്തും എന്തും സംഭവിക്കാം. ആരും കാണാതെ രഹസ്യത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. നിന്റെ അപ്പനും അമ്മയും അറിയാതെ നിനക്ക് ഏത് കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞേക്കാം. നിന്റെ ഭർത്താവ് അറിയാതെയുള്ള ക്രിയകൾ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം. ഭാര്യ അറിയാതെ മറ്റു പല വഴികളിൽ നിനക്ക് നടക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ നിനക്കൊന്നും മറച്ചു വെക്കാൻ കഴിയുകയില്ല. ഇന്ന് പകലിൽ അവിടുത്തെ വചനങ്ങൾ നിറവേറുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം. സൂക്ഷിച്ച് ഒഴിഞ്ഞു കളയേണ്ടതിന് ഒഴിഞ്ഞു കളയാം. ദൈവം നൽകിയ കുടുംബ ബന്ധങ്ങളെ നന്നായി നമുക്ക് കാത്തു സൂക്ഷിക്കാം. പ്രാർത്ഥനയിൽ ദൈവത്തിൽ നമുക്ക് ഉറ്റിരിക്കാം. കുടുംബത്തോടൊപ്പം, കുടുംബ അംഗങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. അതിലുപരിയായി ഒറ്റയ്ക്കും ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം. യാമാരംഭങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് നിലവിളിക്കാം. കുറെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയില്ലേ? പറയട്ടെ, ദൈവസന്നിധിയിൽ കുറെ കൂടെ ഞെരുങ്ങി വാ, ജാഗ്രതയോടെ വാ. കുറച്ച് സമയം കണ്ടെത്തുമോ യേശു പരിസരം ഇരിക്കുവാൻ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനായി യേശുവൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചോളണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചോളണം. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയോടിരിക്കണം. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാത്തൊരു സമാധാനം ആ ഭവനത്തിനകത്ത് നിഴലിടും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഉള്ളങ്ങളിൽ അസ്വസ്ഥത നിറഞ്ഞിരിക്കുകയാണ്. കുടുംബത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ, ചില രഹസ്യ കാര്യങ്ങൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇതെങ്ങാനും അവരറിഞ്ഞാൽ നീ വളരെ അസ്വസ്ഥനാണ്, നീ വളരെ അസ്വസ്ഥയാണ്. ദൈവത്തിലേക്ക് മടങ്ങി വരാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള സമയങ്ങൾ മാറ്റിവെക്കാം. നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു കർത്താവുണ്ട്. ലോകസുഖങ്ങൾ താൽക്കാലികമാണെന്ന് ഓർക്കണമേ. അല്പസമയം സന്തോഷം തരും, അല്പസമയം ആശ്വാസം തരും. പക്ഷെ ഒടുവിൽ ഒരുപാട് കുറ്റബോധത്തിലേക്ക് നിന്നെ തള്ളിവിടും. നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തും. പിന്നെയും പിന്നെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അത് വേണ്ട. കുടുംബ സമാധാനത്തോടെ, പ്രാർത്ഥന അനുഭവങ്ങളോടെ ദൈവകൃപയിലേക്ക് അടുത്തു വരാം. ഇവിടെ നിലനിൽക്കുന്നത് ഒന്നുമില്ല കേട്ടോ. എന്ത് പ്രതീക്ഷകളോടുകൂടെയാണ് ഓരോ ദിവസം ഓരോരുത്തർ എഴുന്നേൽക്കുന്നത്, ജീവിക്കുന്നത്. എന്നാൽ ശാന്തമായി ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ, ഒരു ജലപ്രവാഹം, ഒരു മലയിടിച്ചിൽ. പ്രിയമുള്ളവരെ, നമ്മളെങ്ങാനുമാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഓർക്കുമോ? എത്ര പേർ നിലവിളിച്ച് കരയുന്നു. അവരുടെ സങ്കടങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നാളെ നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൂടാന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് ശോധന ചെയ്യാം. എന്തും സംഭവിക്കട്ടെ. മല ഇടിയുകയോ ഉരുൾ പൊട്ടുകയോ വെള്ളപ്പൊക്കമോ എന്തും സംഭവിക്കട്ടെ, നാം ഉണർവോടെ ഇരുന്നാൽ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിച്ചേരും. ദുഃഖങ്ങളില്ലാത്ത, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത നാട്ടിൽ. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധിയെ തികച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും. ഇന്ന് ചില തീരുമാനം എടുത്താട്ടെ. ഞാൻ എന്നെ സൂക്ഷിക്കാൻ എന്നെ അർപ്പിക്കുകയാണപ്പാ. എൻ്റെ കണ്ണുകളെ, കൈകളെ, കാലുകളെ, എൻ്റെ ചിന്തകളെ. ചിലർക്ക് അവരെ ചിന്തകളെ പിടിച്ചടക്കാൻ കഴിയുന്നില്ല. ദൈവമേ, എൻ്റെ ചിന്തകളെ സൂക്ഷിക്കുവാൻ, എൻ്റെ നോട്ടങ്ങളെ സൂക്ഷിക്കുവാൻ, എൻ്റെ പ്രവർത്തികളെ സൂക്ഷിക്കുവാൻ, ദൈവമായിട്ടുള്ള നല്ലൊരു ബന്ധത്തെ ഞാൻ കാത്തു സൂക്ഷിപ്പാൻ എന്നെ സമർപ്പിക്കുകയാണ്. കുറെ കൂടെ പ്രാർത്ഥിക്കുവാൻ,
ആരെയും ബോധ്യപ്പെടുത്താനല്ല, എവിടെയെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന സ്ഥലം കിട്ടുന്ന ഇടങ്ങളിൽ നിന്ന് അല്പസമയം പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്നെ അർപ്പിക്കുകയാണ്. കുറച്ചുകൂടെ പ്രാർത്ഥിക്കുവാൻ, കുറെ കൂടെ ഉണർവുള്ള ഒരു വ്യക്തിയായി തീരാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ഒരു സമർപ്പണത്തോടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഓർക്കണമേ, ഞാൻ യേശുവിന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലോകം തരാത്ത സമാധാനം യേശുവിലുണ്ടല്ലോ. യേശുപ്പ, പലപ്പോഴും ഞാൻ നിന്നെ വിട്ടു മാറിപ്പോയി. ഞാൻ കാണിച്ച ആത്മീയതകൾ പലപ്പോഴും വെറും പ്രഹസനങ്ങളായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളത്തെ അറിയുന്നവൻ നീ മാത്രമാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും അവരവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അവരവരിലേക്കൊന്ന് തിരിഞ്ഞു തെറ്റ് പറയാം. തെറ്റുകളും കുറ്റങ്ങളില്ലാത്ത ഒരാൾ പോലും ഇല്ലെന്ന് ഓർക്കണമേ. മനുഷ്യരാണെങ്കിൽ കുറ്റങ്ങളുണ്ട്, എന്നാൽ അതൊന്നും ന്യായീകരിക്കാതെ യേശുപ്പന്റെ സന്നിധിയിൽ വന്ന് പറയാം, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഇനി ഞാനത് ആവർത്തിക്കില്ല, ഇനി ഞാനത് ആവർത്തിക്കില്ല. കുറെ കൂടെ ഞാൻ യേശുപ്പന്റെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്താം. എൻ്റെ കുടുംബാംഗങ്ങളുമായി, എൻ്റെ ഭാര്യയുമായി, ഭർത്താവുമായി, കുഞ്ഞുങ്ങളുമായി കുറച്ചുകൂടെ സമയം പ്രാർത്ഥിക്കുവാൻ, ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ ഞാൻ എന്നെ അർപ്പിക്കുന്നു. എൻ്റെ ഹൃദയ രഹസ്യങ്ങൾ നിനക്കറിയാം. പ്രിയ മകനെ, മകളെ, സഹോദരി, സഹോദര, മാതാപിതാക്കളെ, നിങ്ങളുടെ ഉള്ളത്തിൽ യേശു ഉണ്ടോ എങ്കിൽ സമാധാനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നൽകുന്ന സമാധാനം അതിശ്രേഷ്ഠമാണ്. യേശുപ്പ, നന്ദി കർത്താവേ. പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് കരയാൻ തോന്നെങ്കിൽ കരയൂ. ഹൃദയത്തിനകത്ത് വെങ്ങി പൊട്ടിക്കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് നാളായിട്ട് ചിന്തിക്കുന്നു, എവിടെയെങ്കിലും ഒന്ന് കരയാൻ പറ്റിയെങ്കിൽ. യേശുവിൻ്റെ സന്നിധിയാണ് ഏറ്റവും നല്ലത്, കരയാൻ പറ്റിയ നല്ല സ്ഥലം. അമ്മയെപ്പോലെ അവൻ ആശ്വസിപ്പിക്കും, മാറോട് ചേർത്തണയ്ക്കും, കണ്ണുനീരെല്ലാം തുടയ്ക്കും. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. അമ്മ നൽകും സ്നേഹം പോലെ നിന്നെ യേശു സ്നേഹിക്കുന്നു. ഓരോ നാളും കൈവിടില്ല, ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും മറക്കുകയില്ല. അമ്മ നൽകും സ്നേഹം പോലെ നിന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും. സ്തോത്രം യേശുവേ. Yes. Thank you Lord. We worship you Lord. സ്നേഹിക്കുന്നു. Hallelujah. 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 യേശുവേ, ഞങ്ങളുടെ മഹത്വകരമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങ് ഇവിടെ ഇറങ്ങി വന്നിരിക്കാൻ നന്ദി അപ്പ. ഞങ്ങളുടെ അരികിൽ അങ്ങ് ഇറങ്ങി വരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ തകർന്ന ഉള്ളങ്ങളെ അവിടുന്ന് അറിയുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ നീക്കുന്നതിനാൽ നന്ദി. ആരെല്ലാം ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്കെല്ലാം യേശുവിന്റെ സാന്നിധ്യം വന്ന് നിറയണമേ കർത്താവേ. കർത്താവ് ഒരു മേഘത്തണൽ അവരുടെ മേൽ മൂടുന്നത് പോലെ കർത്താവിന്റെ സാന്നിധ്യം പലരെയും മൂടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നപ്പ. ഒരു കുടയുടെ കീഴിൽ തണലായി ഞങ്ങൾ നിർത്തുന്നത് പോലെ അങ്ങയുടെ തണൽ ഞങ്ങളുടെ മേൽ വന്ന് വീഴുന്നതിനാൽ സ്തോത്രമപ്പ. മേഘത്തണൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനാൽ നന്ദി. പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ നീങ്ങി മാറിപ്പോകട്ടപ്പ. അങ്ങയുടെ മക്കളെ ചേർത്തണയ്ക്കണമേ. ഒരു കുഞ്ഞുപോലും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതേ. ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ, പ്രാർത്ഥനയിൽ ജാഗരിക്കുവാൻ, ഉണർവോടെ യേശുവിന് വേണ്ടി കാത്തിരിപ്പാൻ ഇന്നു മുതൽ ഞങ്ങൾ ഒന്നുകൂടെ ശക്തരാക്കണമേ കർത്താവേ. കുടുംബങ്ങൾക്കകത്ത് പിശാച് കൊണ്ടിടുന്ന തന്ത്രങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, രഹസ്യ പാപങ്ങൾ മാറിപ്പോകണമേ. യേശുപ്പൻ സകലരെയും ശുദ്ധീകരിച്ച് യേശു രക്തത്താൽ മുദ്രയിടണമേ കർത്താവേ. ശിരസ് മുതൽ പാദം വരെ കർത്താവിന്റെ കരം വെച്ച് തൊട്ട് വിടുവിക്കണം. അനാവശ്യമായ രോഗങ്ങൾ, കർത്താവെ ബ്ലഡ് സർക്കുലേഷന്റെ കുറവുകൾ അത് മാറുവാൻ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ കൃപ വ്യാപരിക്കണം. അവിടെ എവിടെയായി രക്തം കട്ട പിടിച്ചു കിടക്കുന്നത് പോലെ, നീര് കർത്താവെ കട്ടി പിടിച്ചു കിടക്കുന്ന പോലുള്ള അനുഭവങ്ങളുടെ വേദന കൊണ്ട് പുളയുന്നവരെ യേശുവിന്റെ നാമത്തിൽ അപ്പൻ ഇപ്പോൾ തൊട്ട് സുഖമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളെ ചൊല്ലി വ്യാകുലപ്പെട്ട് കരയുന്ന അവരുണ്ടപ്പ. അവരെ കണ്ണുനീര് കാണണമേ. അവരെ മക്കളെ ദൈവം ആകർഷിക്കണമേ, ദൈവത്തിലേക്ക് കൊണ്ടുവരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളരുവാൻ സഹായിക്കണമേ. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഈ മാസം മുഴുവനും ഞങ്ങളുടെ യാത്രകളിൽ, പോക്കുവരവുകളിൽ, ആത്മീയ ജീവിതത്തിലെല്ലാം, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ, വരുമാന മാർഗങ്ങളിലെല്ലാം, ഞങ്ങളുടെ ആരോഗ്യ വിഷയങ്ങളിലെല്ലാം ദൈവകൃപ പകർന്ന് ഞങ്ങൾ ക്ഷേമത്തോടെ കാക്കണമേ. പാഴ്ചിലകൾ വരരുതേ. സാമ്പത്തികമായ ഒരു ബ്രേക്ക് ത്രൂ ഞങ്ങൾക്ക് തരണമേ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ അങ്ങ് കൽപ്പിക്കുമാറാകണമേ. സാമ്പത്തികമായ ഒരു മുന്നേറ്റം ദൈവം നൽകണമേ. കടങ്ങൾ മാറുവാൻ സഹായിക്കണമേ. കുടുംബങ്ങൾക്കകത്ത് ദൈവകൃപ പകരണമേ. യേശുവിന്റെ നാമത്തിലുള്ള സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ ഞങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇത്രത്തോളം സഹായിച്ചതിനാൽ സ്തോത്രം. പങ്കെടുത്ത എല്ലാവരും ആശീർവദിക്കും. നസറേനായ യേശു ക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതോ നീ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും ദൈവമക്കളാണ് നാം ഓരോരുത്തരോടും സദാകാലം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.